അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരിയുമായി പിണക്കത്തിലായിരുന്നു. ആ പിണക്കം തീർക്കാൻ വേണ്ടി അദ്ദേഹം എഴുന്നേറ്റ് പോയി. ആ സമയത്ത് തന്നെ ചെന്ന് അവർക്ക് സലാം പറഞ്ഞ് അവരോട് മസ്ലഹത്തായി യോജിപ്പിലെത്തിയതിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുടുംബബന്ധം പാലിക്കാത്ത ആളുകൾ, കുടുംബബന്ധത്തെ മുറിച്ചു കളയുന്ന ആളുകൾ ഒരു സദസ്സിലുണ്ട് എങ്കിൽ ആ സദസ്സിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം വർഷിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കുടുംബബന്ധം പാലിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹ്മഹു. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവനാണ് എങ്കിൽ അവൻ്റെ കുടുംബത്തെ അവൻ ചേർത്തിക്കൊള്ളട്ടെ, കുടുംബബന്ധം മുറിച്ചു കളയരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ ഹദീസിൻ്റെ ബാക്കിയായിട്ട് പറയുന്നത്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവനാണ് എങ്കിൽ അവൻ നല്ലത് മാത്രം പറയട്ടെ, അല്ലെങ്കിൽ അവൻ മൗനം പാലിക്കട്ടെ എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായത്. ആ പരസ്പരം സഹായിക്കുക എന്നെല്ലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ മൈമൂന റളിയല്ലാഹു അൻഹ അവർക്കുള്ള ഒരു അടിമ സ്ത്രീയെ അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടി അടിമത്വത്തിൽ നിന്നും മോചിപ്പിച്ചു. ഇസ്ലാമിൽ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത് വളരെ പുണ്യമായ ഒരു സൽക്രമമാണ്. ആ സൽക്രമം ചെയ്തതായ മൈമൂന റളിയല്ലാഹു അൻഹ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, ഞാൻ എൻ്റെ അടിമ സ്ത്രീയെ ഞാൻ മോചിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൈമൂന, നീ ചെയ്ത നല്ല കാര്യം തന്നെ, പക്ഷെ അതിനേക്കാൾ ഉത്തമമായ കാര്യമുണ്ടായിരുന്നു. നിന്റെ കുടുംബത്തിൽ പാവപ്പെട്ട ആളുകളുണ്ട്, അവരെ സഹായിക്കുവാൻ വേണ്ടി അതിനെ കൊടുക്കുകയായിരുന്നു എങ്കിൽ ഈ അടിമത്വത്തിൽ നിന്ന് മോചനം നൽകിയതിനേക്കാൾ വളരെ പ്രതിഫലം കിട്ടുന്ന കാര്യമായിരുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. ഇതുപോലെ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമ്പത്ത് നിങ്ങൾ ദീനിനു വേണ്ടി ചെലവാക്കിയെങ്കിലേ നിങ്ങൾ നന്മ എത്തിച്ചവരാകുകയുള്ളൂ എന്നുള്ള ആയത്തിറങ്ങിയപ്പോൾ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബൈറൂഹ എന്ന് പറയുന്നൊരു തോട്ടമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ തോട്ടം ദീനിനു വേണ്ടി സംഭാവന ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. വളരെ നല്ല തോട്ടമാണ് ഈത്തപ്പനത്തോട്ടം. ആ തോട്ടത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സമയങ്ങളിലൊക്കെ പോയി വിശ്രമിക്കാറുണ്ടായിരുന്നു. ആ തോട്ടം ദീനിനു വേണ്ടി സംഭാവന ചെയ്യാൻ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു എന്ന വിവരം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തൽഹത്തുൽ അൻസാരിയോട് പറയുന്നു, അബൂ തൽഹത്തെ, നിങ്ങൾ ബൈറൂഹ തോട്ടം ദീനിനു വേണ്ടി സംഭാവന ചെയ്യാൻ ഉദ്ദേശിച്ചു എന്ന കാര്യം ഞാൻ അറിഞ്ഞു. എന്നാൽ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി നിങ്ങളത് ചെലവാക്കണം, അവർക്കത് വീതിച്ചു കൊടുക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയോട് ഉപദേശിക്കുകയുണ്ടായി. ഇങ്ങനെ കുടുംബത്തെ സഹായിക്കുക എന്ന് പറയുന്നത് വളരെ പുണ്യമായ അമലാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഈ കുടുംബത്തെ നല്ല നിലയിൽ ഉയർത്തുവാൻ, വളരെ സൗഹാർദ്ദത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. കൂടുതലായി നീട്ടിക്കൊണ്ടുപോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഒരു കാര്യം ഇതിൻ്റെ ഈ അവസാനത്തിൽ നിങ്ങൾ ഉറപ്പെടുത്താനുള്ളത്, വളരെ സ്നേഹം വർദ്ധിപ്പിക്കുന്നൊരു കാര്യമാണ് പരസ്പരം സലാം പറയുക എന്നുള്ളത്. ഈ സലാം പറയുന്നതിനെ പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സലാം പറയൽ വളരെ പുണ്യമായ കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുമിനു വലാ തുമിനു ഹത്താ തഹാബു അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും അഫ്സു സലാമ ബൈനക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാകുകയില്ല, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല യഥാർത്ഥ മുഅ്മിനീങ്ങളാകുന്നവരെ. യഥാർത്ഥ മുഅ്മിനീങ്ങളായെങ്കിലേ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. വലാ തുമിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകുന്നവരെ നിങ്ങൾ മുഅ്മിനീങ്ങളാകുകയില്ല.
മൂമിനാകണമെങ്കിൽ പരസ്പരം സ്നേഹം വേണം. ആ പരസ്പരം സ്നേഹമുണ്ടായാൽ മൂമിനായി വിശ്വാസമുള്ളവനായി, അങ്ങനെ വിശ്വാസമുള്ളവനായാൽ സ്വർഗത്തിൽ കടക്കാം. ഇനി സ്നേഹമുണ്ടാകാനുള്ള ഒരു മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും അഫ്സു സലാമ ബൈനക്കും. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, ആ കാര്യം നിങ്ങൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകും. അത് അഫ്സു സലാമ ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ സലാമിനെ വ്യാപകമാക്കലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. നാം നമ്മുടെ കുടുംബത്തോട് സലാം പറയുന്ന കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇന്ന് ചില ആളുകൾക്ക് മറ്റു ഉസ്താദുമാരെയും പരിചയക്കാരെയൊക്കെ കാണുമ്പോൾ സലാം പറയുന്നുവെങ്കിലും അവനവൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭാര്യക്കും മക്കൾക്കും സലാം പറയുന്ന ഒരു നാണക്കേടായിട്ട് തോന്നുന്നൊരു കാലമാണ്. എന്നാൽ ഇന്ന് അതിന് കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഗൾഫിൽ പോയി വന്ന ആളുകളൊക്കെ അത് നടപ്പിലെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് സലാം പറയണം. വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും സലാം പറയണം. ഇത് വളരെ പുണ്യമായൊരു കാര്യമാണ്. ഈ സലാം പറയലുകൊണ്ട് നമ്മുടെ വീടുകളിൽ നിരന്തരമായ ദുആ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദുആക്ക് ഉത്തരം കിട്ടുന്ന ദുആ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു സ്വീകരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ദുആഉൽ വാലിദി വലദിഹി കദുആഇ നബിയ്യി ലി ഉമ്മത്തിഹി. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ഒരു പ്രവാചകൻ ആ പ്രവാചകൻ്റെ സമുദായത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന പോലെയാണെന്നാണ്. അപ്പോൾ മാതാപിതാക്കൾ അങ്ങോട്ട് വീട്ടിലേക്ക് വരുമ്പോൾ മക്കൾക്കും വീട്ടിൽ മറ്റുള്ളവർക്കും അസ്സലാമു അലൈക്കും എന്ന് സലാം പറയണം. അള്ളാഹുവിൻ്റെ രക്ഷകൾക്കുണ്ടാവട്ടെ എന്ന്. ഇതൊരു വളരെ പുണ്യമായ കാര്യമാണ്. അതുപോലെ കുട്ടികളും സലാം പറയണം. കുട്ടികളുടെ സലാമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുട്ടികൾ എന്ന് പറയുന്നത് യാതൊരു ദോഷവും ചെയ്യാത്തവരാണ്, അവരുടെ ദുആയും അള്ളാഹു സ്വീകരിക്കും. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ ചെല്ലുമ്പോൾ സലാം ചെല്ലൽ പതിവാക്കിയാൽ ഈ കുട്ടികൾ സലാം അടക്കും, അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ സലാം അടക്കും, നമ്മളങ്ങോട്ട് സലാം പറയും. ഈ സലാം പറയലും ദുആയാണ്, സലാം അടക്കലും ദുആയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ വീട്ടിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പള്ളിയിൽ ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ജനങ്ങളൊക്കെ തിരിച്ചുപോയി. ആ അവസരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയുടെ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു യുവാവ് വളരെ ദുഃഖിതനായ പള്ളിയുടെ ഒരു ഭാഗത്തിരിക്കുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അതല്ല സഹോദരൻ, നീ എന്താണ് വീട്ടിലേക്ക് പോകാത്തത്? അദ്ദേഹം പറഞ്ഞു, നബിയെ, എനിക്ക് വീട്ടിലേക്ക് പോകാൻ മനസ്സ് വരുന്നില്ല. കാരണം എൻ്റെ വീട്ടിൽ ഇന്ന് പട്ടിണിയാണ്. ഇന്നലെയും എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്ന്, വാപ്പാ, ഞങ്ങൾക്ക് തിന്നാൻ നിങ്ങൾ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. അതുപോലെ തന്നെയാണ് ഇന്നും എൻ്റെ അവസ്ഥ. ഞാൻ വീട്ടിലേക്കങ്ങ് ചെല്ലുമ്പോൾ എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാതെ, ചോറ് തിന്നാതെ, അവർ ഉറക്കം വരാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കാഴ്ച കാണാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആ മനപ്രയാസം കൊണ്ടാണ് ഞാൻ പോകാത്തത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അതല്ല സുഹൃത്തെ, നിനക്കെന്താണ് എത്ര വലിയ ദാരിദ്ര്യം ഉണ്ടാകാനുള്ള കാരണം? നീ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സലാം പറയാറില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല റസൂലേ, ഞാൻ സലാം പറയാറില്ല. ഞാൻ സലാം പറയാതെയാണ് എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാറുള്ളത്. നബി പറഞ്ഞു, എന്നാൽ നിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ കാരണം അത് തന്നെയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നീ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് നിൻ്റെ കുടുംബത്തോട് സലാം പറയണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും അദ്ദേഹം പിന്നീട് വീട്ടിൽ വരുമ്പോഴൊക്കെ സലാം പറയുകയും ചെയ്തു. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യങ്ങളൊക്കെ അങ്ങ് മാറി. അദ്ദേഹം മദീനയിലുള്ള ഒരു വലിയ സമ്പന്നനായി മാറിയെന്ന് ചരിത്രം തെളിയിക്കുകയാണ്. അതുകൊണ്ട് ഈ പരസ്പരം സലാം പറയുന്ന കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇങ്ങനെ കുടുംബങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹു ബറക്കത്ത് ഏറ്റി തരുമാറാവട്ടെ. ദീർഘായുസ്സും ആഫിയത്തും വ്യാപാര വിജയവും അള്ളാഹു നമുക്കും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും നൽകുമാറാവട്ടെ. നമ്മുടെ ഈ കുടുംബം ഒരു സുദൃഢമായ ഒരു കുടുംബമാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ആ സുഖലോക സ്വർഗത്തിൽ
ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇതുപോലെ നമ്മളെ സമ്മേളിച്ചതുപോലെ നമ്മുടെ കുടുംബങ്ങളെല്ലാവരും കൂടി ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിനീതനായ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അസീസിൽ ജബ്ബാർ അൽ മുഹൈമിനിൽ ഗഫാർ ഗാഫിരിദ് ദംബി ഖാബിലിത് തൗബ് ലഹുൽ കിതാബു ഇലൈഹിൽ ഇയാബു വഅലൈഹിൽ ഹിസാബ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب. ബഹുമാന്യ അധ്യക്ഷൻ മൂസ ഹാജി അവറുകളെ, മറ്റു ഈ സ്റ്റേജിലും സദസ്സിലുമുള്ള പഞ്ചളി കുടുംബത്തിലെ മുഴുവൻ കാരണവന്മാരെ, ഉമ്മമാരെ, വല്യമ്മമാരെ, സഹോദര സഹോദരിമാരെ, കുട്ടികളെ, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പഠിപ്പിച്ച നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കോട്ടക്കൽ ഏരിയ പഞ്ചളി കുടുംബ സംഗമം അതിൻ്റെ മാധുര്യവും അനുഭൂതിയും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സദസ്സിലുള്ള ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഇവിടെ ദീർഘമായ ഒരു സംസാരത്തിനല്ല യഥാർത്ഥത്തിൽ ആവശ്യം എന്ന് എല്ലാവർക്കും അറിയും. എന്നാൽ മുമ്പേ തീരുമാനിച്ചത് പ്രകാരം ഇവിടെ സംസാരിക്കണം എന്നേറ്റിട്ടുള്ള സാമൂഹ്യ ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ അതിൻ്റെ മർമ്മപ്രധാനമായ ചില ഭാഗങ്ങളിലൂടെ മാത്രം കുറഞ്ഞ സമയത്തിനുള്ളിൽ കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത്. സാമൂഹ്യ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. മനുഷ്യനെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൽ ഇടപഴകിക്കൊണ്ടാണ് മനുഷ്യൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ സമൂഹവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരായ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ സാധിക്കുകയില്ല. മാത്രവുമല്ല, മനുഷ്യ ജീവിതത്തിന് അർത്ഥവും സമാധാനവും നൽകുന്നത് മനുഷ്യൻ്റെ സാമൂഹ്യ ബന്ധങ്ങളാണ് എന്ന് എല്ലാവർക്കും അറിയും. അതുകൊണ്ട് തന്നെ ഇസ്ലാം സാമൂഹ്യ ബന്ധങ്ങൾക്ക് വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. സമൂഹത്തിലുള്ള മുതിർന്നവരോടും സമൂഹത്തിലെ പ്രായം കുറഞ്ഞ ചെറിയ കുട്ടികളോടും സമൂഹത്തിൽ പ്രത്യേകിച്ച് ദുർബലരായ വ്യത്യസ്ത മേഖലകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ പ്രത്യേകിച്ചും അവരോടുള്ള ബന്ധങ്ങൾ നിലനിർത്താൻ ഇസ്ലാം അങ്ങേയറ്റം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്നിൻ്റെ ഒരു പ്രത്യേകത, ആധുനിക ലോകത്ത് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി തന്നെ സാമൂഹ്യ ബന്ധങ്ങൾ ഉടഞ്ഞുകൊണ്ടിരിക്കുന്നു, സാമൂഹ്യ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. പലപ്പോഴും നാം സമൂഹത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് തല താഴ്ത്തിയിരിക്കുന്ന മനുഷ്യരെയാണ്. പ്രത്യേകിച്ച് യുവസമൂഹം അവരെപ്പോഴും
തല താഴ്ത്തിയിരിക്കുകയാണ്. തല ഉയർത്തി നിൽക്കുന്നവരെ കാണാൻ കഴിയുന്നില്ല. എന്തേ അങ്ങനെ സൂചിപ്പിക്കുന്നത്? കയ്യിലുള്ള ഫോണോ മൊബൈലോ അതുപോലെ തൻ്റെ മുമ്പിലുള്ള ലാപ്ടോപ്പോ ഇൻ്റർനെറ്റോ കമ്പ്യൂട്ടറോ തുറന്നു വെച്ച് അതിലേക്ക് തല താഴ്ത്തിയിരിക്കുന്ന ഒരു യുവസമൂഹത്തെയാണ്. ആ യുവസമൂഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ മക്കളടക്കം അങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ അവനവന് തിരിച്ചറിയേണ്ട ബന്ധങ്ങളെ അറിയാൻ കഴിയുന്നില്ല എന്നതാണ്. ഈ അടുത്ത് വാട്സപ്പിലൂടെ നല്ല രസകരമായ ഒരു മെസ്സേജ് വരികയുണ്ടായി. ഒരാൾ എഴുതിയതാണ്. എന്താണ് എഴുതിയിട്ടുള്ളത്? എൻ്റെ സ്മാർട്ട് ഫോൺ കേടുവന്നു, ഞാനത് കടയിൽ നന്നാക്കാൻ ഏൽപ്പിച്ചു, അതുകൊണ്ട് കുറഞ്ഞ സമയം എനിക്ക് കിട്ടിയ സമയം വീട്ടുകാരുമായി സംസാരിക്കാൻ ഞാൻ സമയം കണ്ടു. ഉമ്മ പറഞ്ഞു അളിയൻ ഗൾഫിൽ പോയി, അത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഉമ്മ പറഞ്ഞു പെങ്ങളുടെ 3ാമത്തെ പ്രസവം കഴിഞ്ഞു, അത് ഞാൻ അറിഞ്ഞിട്ടില്ല. തൊഴുത്തിലൊരു പശുവിനെ കണ്ടു, ഉമ്മ പറഞ്ഞു അത് വാങ്ങിയിട്ട് കുറേ നാളുകളായി. പുറത്ത് കൊലായിൽ ഒരാൾ ഇരിക്കുന്നു, വാപ്പയാണെന്ന് പറഞ്ഞു, ഞാൻ എത്ര മൈൻഡ് ചെയ്യാൻ പോയില്ല. അവസാനത്തെ വാചകം ഏതായാലും സ്മാർട്ട് ഫോൺ നാളെ കിട്ടുമെന്നാണ്. അവൻ അതിലാണ് സമാധാനിക്കുന്നത്. എനിക്കത് കിട്ടിയാൽ എനിക്കതുമായി ജീവിക്കാനുണ്ട്. സമൂഹത്തിൽ എന്തെല്ലാം നടക്കുന്നു, ജനനം നടക്കുന്നതോ മരണം നടക്കുന്നതോ രോഗികളാകുന്നതോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളോ അതൊന്നും നോക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് വലുത് എൻ്റെ സ്മാർട്ട് ഫോണാണ്. സംഭവം അത് ആരെഴുതിയതാണെങ്കിലും അത് സമൂഹത്തിൻ്റെ ഇന്നത്തെ ഒരു ദുരന്തത്തിൻ്റെ ചിത്രമാണ്. അതുകൊണ്ട് തന്നെ പഞ്ചളി കുടുംബ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയ എന്നോടെന്ന പോലെ നിങ്ങളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നാം ഇങ്ങനെ ആയിക്കൂടാ, നമ്മുടെ യുവതലമുറ ഇങ്ങനെ ആയിക്കൂടാ, നമ്മുടെ മക്കൾ ഇങ്ങനെ ആയിക്കൂടാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സ്റ്റേജിലിരിക്കുന്ന ഇതിൽ 1-2 ചെറുപ്പക്കാരെ മാറ്റിയാൽ ബാക്കിയെല്ലാം നമ്മുടെ കുടുംബത്തിലെ മുതിർന്നവരാണ്. ഈ സദസ്സിലും ഒരുപാട് മുതിർന്ന ആളുകൾ. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മത സംഘടനകൾ, കേരളത്തിലുള്ള മതസംഘടനകൾ നിറഞ്ഞു നിൽക്കുന്നവരാണ് ഇവരൊക്കെയും. ഇവരൊക്കെ നേതൃത്വം നൽകുന്ന പള്ളികളും മദ്രസകളും നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. ഇന്നൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പ്രായമുള്ള ഈ കുടുംബത്തിലെ കാരണവന്മാരുടെ ഈ തലമുറ കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പഞ്ചളി കുടുംബത്തിൽ നിന്ന് തന്നെ പള്ളികളും മദ്രസകളും ഏറ്റെടുത്ത് അതിന് നേതൃത്വം നൽകുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയുമോ എന്ന് ആലോചിച്ചാൽ പലപ്പോഴും അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയിക്കൂടെ നമ്മുടെ കാരണവന്മാർ ഏറ്റെടുത്ത പള്ളികളും മദ്രസകളും ദീനീ പ്രവർത്തനങ്ങളും ഇന്നവർ നമ്മുടെ ഇമാമുമാരാണ്, അതിൻ്റെ മുന്നിൽ നിൽക്കുന്നവരാണ്. അവരുടെ കാലം കഴിഞ്ഞാൽ ആ പള്ളികളുമായോ ആ മദ്രസകളുമായോ ആ ദീനീ പ്രവർത്തനങ്ങളുമായോ ഒരു ബന്ധമില്ലാത്ത മക്കൾ വളർന്നാൽ അതാണ് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നന്നായി ഇടപഴകാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സത്യവിശ്വാസിയെ വിശേഷിപ്പിച്ച് പറഞ്ഞല്ലോ, അൽ മുഅ്മിനു യഅലഫു വയുലഫ്. ഒരു സത്യവിശ്വാസി ഇണങ്ങുന്നവനാണ്, ഇണക്കം കൊടുക്കുന്നവനാണ്. ലാ ഖൈറ ഫീമൻ ലാ യഅലഫു വലാ യുലഫ്. ഇണങ്ങാത്ത ഇണക്കം കൊടുക്കാത്ത ഒരാളിൽ ഒരു ഖൈറുമില്ല എന്നാണ്. ഇതൊരു സത്യവിശ്വാസിയെക്കുറിച്ച് പറയുമ്പോൾ ആ സത്യവിശ്വാസി ഉൾപ്പെടാനാണ് ഞാനും നിങ്ങൾ ശ്രമിക്കേണ്ടത്. നമ്മൾ പലരോടും ഇണങ്ങേണ്ടവരാണ്, നമ്മൾ പലർക്കും ഇണക്കം കൊടുക്കേണ്ടവരാണ്. ഇണക്കം കൊടുക്കാത്തവരായി മാറിയാൽ ഒരു ഖൈറും അയാളിലില്ല, ആ മനുഷ്യനിലില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആരോടൊക്കെയാണ് എനിക്ക് ബന്ധമുള്ളത്, എനിക്ക് ആരോടൊക്കെ ബന്ധം സ്ഥാപിക്കണം എന്ന ആ ബന്ധങ്ങളെ അറിയുക എന്നത് ഏറ്റവും പ്രധാനമാണ്. വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, വിശുദ്ധ ഖുർആനിൽ പോലും അമ്മാവൻ, അമ്മായി, എളീമ, എളാമ്മ, മൂത്തമ്മ, മൂത്താപ്പ എന്ന് തുടങ്ങി പിതൃവ്യന്മാരും അല്ലാത്തവരുമായ ഒരുപാട് ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വളർന്നു വരുന്ന നമ്മുടെ ഏറ്റവും ചെറിയ തലമുറയെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കിയാൽ എളാമ്മ ആരാണ്, മൂത്തമ്മ ആരാണ്, മൂത്താപ്പ ആരാണ്, അമ്മാവൻ ആരാണ്, അമ്മായി ആരാണ് എന്ന് യഥാർത്ഥത്തിൽ അറിയാതെ പോകുന്നു എന്നത് അതൊരു വമ്പിച്ച ദുരന്തമായി നമ്മൾ കാണണം. ഇസ്ലാം അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ നമ്മുടെ
ക്ലാസ്സിൽ കുടുംബ ബന്ധത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബ ബന്ധങ്ങളെ മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ എത്രമാത്രം സുദൃഢമായി കാത്തു സൂക്ഷിക്കണം. നമ്മളൊക്കെ 5 നേരം നമസ്കരിക്കുന്നത്, നാം ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നത്, നാം നോമ്പെടുക്കുന്നത്, അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ഒക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ സ്വർഗം ലഭിക്കാൻ വേണ്ടി മാത്രമാണ്. അതല്ലാത്ത ലക്ഷ്യം അതിൻ്റെ പിന്നിലില്ല. പക്ഷേ ആ ലക്ഷ്യത്തിന് വേണ്ടി ഇബാദത്തുകളിൽ മുഴുകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളാൽ കാത്തു സൂക്ഷിക്കേണ്ട ബന്ധങ്ങൾ നിലനിർത്തണമെന്നത്. നോക്കൂ നിങ്ങൾ, ഞാൻ അധികം സംസാരിക്കുകയല്ല. മാതാപിതാക്കൾക്ക് മക്കൾ ചെയ്യേണ്ട നന്മകളെ വിശദീകരിച്ച വിശുദ്ധ ഖുർആനിലെ വചനങ്ങളുണ്ട്. ഹദീസുകളിൽ കാണാം, ഒരിക്കൽ ഒരു സഹാബിയത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ കടന്നു വരികയാണ്. ചോദിക്കുന്നു പ്രവാചകനോട്, അല്ലയോ റസൂലേ, എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി, ഇനി അവർക്ക് എനിക്ക് വല്ല നന്മയും ചെയ്യാനുണ്ടോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബി ചോദിക്കുന്നത്. ആ സമയം 5 കാര്യങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു. നിന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടാലും ആ മാതാപിതാക്കൾക്ക് വേണ്ടി നീ ചെയ്യുന്ന നന്മയുണ്ട്. ഒന്ന് പറഞ്ഞു കൊടുത്തത് അസ്സലാത്തു അലൈഹിമ, മാതാപിതാക്കളുടെ മരണത്തോടെ അവർക്ക് വേണ്ടി നീ മയ്യിത്ത് നമസ്കരിക്കണം. രണ്ടാമത് പറഞ്ഞത് വൽ ഇസ്തിഗ്ഫാർ ലഹുമ, ആ മാതാപിതാക്കൾക്ക് വേണ്ടി നിരന്തരമായി പുറത്തു കൊടുക്കണേ എന്ന് കൊണ്ടിരിക്കണം. മൂന്നാമതായി വ ഇംഫാദു അഹദിഹിമ, ആ മാതാപിതാക്കൾ ജീവിതകാലത്ത് ചെയ്ത വല്ല കരാറുകളോ പ്രതിജ്ഞകളോ വസിയ്യത്തുകളോ ഉണ്ടെങ്കിൽ അവർ മരണപ്പെട്ടാൽ ആ വസിയ്യത്തുകൾ നിർവഹിക്കണം, ആ കരാറുകൾ പാലിക്കണം. നാലാമതായി പറഞ്ഞു ഇക്റാമു സ്വദീഖിഹിമ, ആ മാതാപിതാക്കൾ മരണപ്പെട്ടാലും നിനക്ക് അവർക്ക് വേണ്ടി ചെയ്യേണ്ട നന്മയിൽപ്പെട്ടതാണ് വൈക്റാമു സ്വദീഖിഹിമ, മാതാപിതാക്കളുടെ സുഹൃത്തുക്കൾ ഉണ്ടാകും. ഉമ്മയുടെ സുഹൃത്തുക്കൾ, ഉമ്മയോട് ബന്ധമുള്ള സുഹൃത്ത് ബന്ധമുള്ളവർ, വാപ്പയുടെ സുഹൃത്തുക്കൾ, അവരെ ബഹുമാനിക്കണം. നമുക്കറിയാമല്ലോ, 2ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മദീനത്തെ മരുഭൂമിയിലൂടെ അതാ ഒരു കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. ആ കഴുതപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ഒരു അറാബിയായ മനുഷ്യൻ, മണലിനോട് ചേർന്ന് ജീവിക്കുന്ന കാട്ടറബി മനുഷ്യനെ കാണുകയാണ്. ഉടനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഴുതപ്പുറത്ത് താഴെ ഇറങ്ങുന്നു. ഈ കാട്ടറബിയെ അതാ കഴുതപ്പുറത്ത് കയറ്റി ബഹുമാനിക്കുകയാണ്. അദ്ദേഹം പോലും അത്ഭുതപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശ സ്ഥലത്തെത്തിയപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഖലീഫ ഉമറിനെ അറിയുമോ എന്ന്. ആ കാട്ടറബി പറഞ്ഞു കൊടുക്കുന്നു, ആ ഖലീഫ ഉമർ എന്റെ സുഹൃത്തായിരുന്നു എന്ന്. ആ സമയം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, ആ ഖലീഫ ഉമറിന്റെ മകനാണ് ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഓർക്കുകയാണ്. മാതാപിതാക്കൾ മരണപ്പെട്ടാൽ അവരുടെ സുഹൃത്തുക്കളെ ബഹുമാനിക്കുക എന്നത് മാതാപിതാക്കളോട് മക്കൾ ചെയ്യുന്ന നന്മയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വാഹനപ്പുറത്ത് താങ്കളെ കയറ്റി താങ്കളുടെ ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തിച്ചത് എന്ന് പറയുമ്പോൾ ആ ചരിത്രത്തിൽ നമുക്ക് പാഠമുണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ മരണപ്പെട്ടാൽ അവരുടെ സുഹൃത്തുക്കളെ ബഹുമാനിക്കുക എന്നത് അവർക്ക് ചെയ്യുന്ന നന്മയാണ്. അതോടൊപ്പം ആ ബന്ധം അവിടെ നിർത്തുകയാണ്. 5ാമതായി പറഞ്ഞത് വസ്സിലത്തുർ റഹിം അല്ലത്തി ലാ തുസലു ഇല്ലാ ബിഹിമ, മാതാപിതാക്കൾ മരണപ്പെട്ടാലും അവരിലൂടെ നിലനിൽക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകും. പിതാവിലൂടെ നിലനിൽക്കുന്ന കുടുംബങ്ങൾ, മാതാവിലൂടെ നിലനിൽക്കുന്ന കുടുംബങ്ങൾ, ആ കുടുംബങ്ങളോടുള്ള ബന്ധം മക്കൾ നിലനിർത്തണം. ഇന്ന് പലപ്പോഴും വളർന്നു വരുന്ന മക്കൾക്ക് വാപ്പയുടെ സുഹൃത്തുക്കൾ ആരാണെന്നറിയില്ല, ഉമ്മയുടെ സുഹൃത്തുക്കൾ ആരാണെന്നറിയില്ല, വാപ്പ മുഖേന നിലനിൽക്കുന്ന കുടുംബ ബന്ധങ്ങൾ അറിയില്ല, ഉമ്മ മുഖേന നിലനിൽക്കുന്ന കുടുംബ ബന്ധങ്ങൾ അറിയുന്നില്ല എന്നത് ഒരു വലിയ വിപത്താണ്. അതൊരു വലിയ മാരക രോഗമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ സദസ്സിലുള്ള മുതിർന്നവരും പ്രത്യേകിച്ച് യുവാക്കൾ, അതിനേക്കാൾ താഴെയുള്ള ആളുകൾ ഈ കുടുംബ ബന്ധങ്ങളെ ഒന്ന് അറിയുക എന്നത്. ഇവിടെ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, ഡോക്ടർ ഹാരിസ് സാഹിബ് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകുന്നതിലുപരി പരസ്പരം അടുത്തിരിക്കുന്ന ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരിചയപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് ആ കുടുംബ ബന്ധങ്ങളെ നിലനിർത്താൻ കഴിയണം നമുക്ക്. അതിനുവേണ്ടിയാണ് നമ്മൾ കുടുംബ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഈ കുടുംബ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ദീനിന്റെ ഭാഗമാണ്, നമ്മുടെ ഇബാദത്തുകളുടെ ഭാഗമാണ്, സൽക്കർമ്മങ്ങളുടെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ദീനുൽ ഇസ്ലാം ഇങ്ങനെ നാട്ടിൽ നിലനിൽക്കേണ്ടതുമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രായം ചെന്ന, വളരെ പ്രായം ചെന്ന കാരണവന്മാർ, അവർ നേതൃത്വം കടക്കുന്ന
ദീനീ പ്രവർത്തന മേഖല, അവർ നേതൃത്വം കൊടുക്കുന്ന പള്ളി മദ്രസകൾ, അതുപോലുള്ള ഏറ്റവും നല്ല നല്ല കാര്യങ്ങൾ അത് അവരോടുകൂടി നിലച്ചു പോകുന്നൊരവസ്ഥ ഇല്ലാതിരിക്കാൻ ആ മക്കൾ, തുറന്നു വരുന്ന മക്കൾ അത് ഏറ്റെടുക്കാൻ, അങ്ങനെയാണ് ഇവരുടെ കൈകളിലെത്തിയത്. ഇനി ഇവർ കഴിഞ്ഞാൽ ഇവരിലൂടെ അത് നിശ്ചലമായി പോകാൻ പാടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ അധികമായി സംസാരിക്കുകയല്ല. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ ഒരുപാട് ബന്ധങ്ങളുണ്ട്. നിങ്ങളുടെ ഖുർആൻ പഠനവേളയിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു വചനം ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൻ നിസായിലെ 36-ാമത്തെ ഒരു വചനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ബന്ധങ്ങളാണ് ആ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഒന്ന് അവനോടുള്ള ബന്ധം. അവനോടുള്ള ബന്ധം കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മുടെ സമസൃഷ്ടികളോടുള്ള ബന്ധങ്ങളാണ്. നമ്മുടെ ഖുർആൻ പഠന വേളയിൽ നമ്മൾ ആ ഖുർആൻ വചനം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽവാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ വൽയതാമ വൽമസാകീൻ വൽജാരി ദിൽ ഖുർബ വൽജാരിൽ ജുനുബി വസ്വാഹിബി ബിൽ ജംബി വബിനിസ് സബീലി വമാ മലകത ഈമാനുകും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. ആദ്യമായി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ശ്വസിക്കാൻ വായു നൽകിയ, അവന് കുടിക്കാൻ വെള്ളം നൽകിയ, അവന് ആരോഗ്യവും സമ്പത്തും നൽകിയ, അവന് ഈ ജീവിത വിഭവങ്ങളൊക്കെ നൽകിയ ആ റബ്ബിനോട് അവൻ്റെ ബന്ധം വേണം. അവന് ഇബാദത്ത് ചെയ്യണം. ആ ബന്ധമാണല്ലോ ഞാനും നിങ്ങളും. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് നമസ്കരിച്ചപ്പോൾ നമ്മളത് പറഞ്ഞു. എൻ്റെ നമസ്കാരം, എൻ്റെ ബലികർമ്മങ്ങൾ, എൻ്റെ ജീവിതം, എൻ്റെ മരണം ഒക്കെ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് മാത്രമാണ്. ആ ബന്ധത്തിൽ ഒരു വീഴ്ചയും വരാൻ പാടില്ല. ഏറ്റവും വലിയ ബന്ധം സിട്ടാവായ അള്ളാഹുവിനോട് തന്നെയാണ്. ആ ബന്ധത്തിൽ വീഴ്ച വരാതെ കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം പിന്നെ എടുത്തു പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണം. നമുക്കറിയാമല്ലോ, ഒരു സ്വഹാബി തൻ്റെ വൃദ്ധയായ മാതാവിനെ തോളിലിട്ടിട്ട് തവാഫ് ചെയ്തു. കഅബ 7 വട്ടം ചുറ്റിയിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെല്ലുകയാണ്. റസൂലേ, ഞാൻ എൻ്റെ മാതാവിനെ കൊണ്ട് നടക്കാൻ കഴിയാത്ത വൃദ്ധയായ എൻ്റെ ഉമ്മയെ തോളിലിട്ടുകൊണ്ടാണ് ഞാൻ തവാഫ് ചെയ്യിച്ചത്. എൻ്റെ ഉമ്മയോടുള്ള ഹക്ക് ഞാൻ നിർവഹിച്ചോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയത്, നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി വിട്ട ഒരു നെടുവീർപ്പുണ്ടല്ലോ, അതിന് പോലും അത് തുല്യമായിട്ടില്ല എന്നാണ്. അത്രമാത്രം മാതാപിതാക്കളുള്ള നന്മകൾ കിടക്കുകയാണ്. വിശദീകരിക്കേണ്ടതാണ്, നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. പിന്നെ എടുത്തു പറഞ്ഞത് വബിദിൽ ഖുർബ, അടുത്ത ബന്ധങ്ങൾ. മാതാപിതാക്കൾ കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളെയാണ് അള്ളാഹു എടുത്തു പറഞ്ഞത്. വൽയതാമ വൽമസാകീൻ, കുടുംബ ബന്ധങ്ങൾ പരിഗണിക്കണം. സക്കാത്ത് പോലും കൊടുക്കുമ്പോൾ അടുത്ത കുടുംബത്തിലുള്ളവരെ പരിഗണിച്ചതിന് മാത്രമേ മറ്റുള്ള ആളുകളെ പരിഗണിക്കാവൂ എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന് നമുക്കറിയാം. ആ നിലക്ക് ഏത് നിലക്കാണ്, ചിലപ്പോൾ ഒരു വാക്ക് കൊണ്ടായിരിക്കാം കുടുംബ ബന്ധം. കലിമത്തുൻ ത്വയ്യിബത്തുൻ സ്വദഖ, നല്ല ഒരു വാക്ക് സ്വദഖയാണ്. ഒരൊറ്റ വാക്ക് മതിയാകും. ചിലപ്പോൾ പണം കൊടുത്തിട്ടാവാം, ചിലപ്പോൾ സ്നേഹം കൊടുത്തിട്ടാവാം, ചിലപ്പോൾ ദയ കൊടുത്തിട്ടാവാം. എങ്ങനെയാണ് കുടുംബ ബന്ധം പുലർത്തേണ്ടത് അത് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. പിന്നെ നോക്കൂ നിങ്ങൾ, നേരത്തെ സ്വാഗത ഭാഷണത്തിലും മറ്റൊക്കെ പറഞ്ഞു വൽയതാമ വൽമസാകീൻ. നമ്മൾ വിചാരിക്കും ഒരുപാട് യത്തീംഖാനകൾ നാട്ടിലുണ്ട്, അതുകൊണ്ട് യത്തീം കുട്ടികളൊക്കെ അതിൽ പോയി അവിടെ സുഭിക്ഷമായി ജീവിക്കുന്നുണ്ട് എന്ന്. ഇന്ന് യത്തീംഖാനകളിൽ പോകുന്നതിനേക്കാൾ ഒരുപാട് അനാഥകൾ വീടുകളിലുണ്ട്. പെട്ടെന്നുള്ള മരണങ്ങൾ, മാരക രോഗങ്ങൾ, വർദ്ധിച്ചു വരുന്ന അപകടങ്ങളിലൂടെ രക്ഷിതാക്കളുടെ മരണത്തോടെ കുട്ടികൾ യത്തീമുകളായ ആ കുട്ടികൾ ഒരിക്കലും യത്തീമുകളായി തുടരാൻ പാടില്ല. അനവ കാഫിലിൽ യത്തീമി ഫിൽ ജന്നത്തി ഹാക്കദ, ചൂണ്ടുവിരലും നടുവിരലും ഒപ്പം പിടിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇങ്ങനെയാണ് എന്ന്. ഇന്ന് കുടുംബങ്ങളിൽ അനാഥകളായ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അവരെ പരിഗണിക്കണം, അവരെ ശ്രദ്ധിക്കണം. പിന്നെ പറഞ്ഞത് വൽ മസാകീൻ എന്നാണ്. വിശുദ്ധ ഖുർആൻ യതീമുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആൻ മസാക്കീൻ മിസ്കീനുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോകാവസാനം വരെ ലോകത്ത് യതീമുകളും മിസ്കീനുകളും ഉണ്ടാകും. പക്ഷെ അവരൊരിക്കലും പ്രയാസപ്പെടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാവങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രത്യേകം എടുത്തു പറഞ്ഞു, അവരെ പരിഗണിക്കണമെന്ന് എടുത്തു പറഞ്ഞു. ഒരാളൊരു സദസ്സിലേക്ക് വിളിക്കുമ്പോൾ ആ സദസ്സിൽ വിളമ്പുന്ന ഭക്ഷണം പോലും ബറക്കത്തുള്ളതായി മാറുന്നത് ആ സദസ്സിൽ വിളമ്പിയ ഭക്ഷണം കഴിക്കാൻ പാവങ്ങൾ കൂടുതലുണ്ടാകുമ്പോഴാണ് ആ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകുന്നത്, അത് സംഘടിപ്പിച്ചവന് ബറക്കത്തുണ്ടാകുന്നത് എന്ന് പഠിപ്പിച്ചു. മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിൽ കലം